നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഭീമ ജ്വല്ലറിയുടെ കോട്ടയം ഷോറൂമിലാണ്. ഇവിടുത്തെ വൈവിധ്യമാർന്ന ആഭരണ കളക്ഷൻസിലേക്ക് നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ഇതൊരു 50 പവൻ വരുന്നതല്ലേ? ഇത് ഈ മാലയുടെ പേരുണ്ടോ? ചോക്ലേറ്റ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിന്, ഒരു സ്റ്റൈൽ വർക്കിനാ പറയുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് സ്റ്റൈലുകളുണ്ട്. ഇത് ലീഫൊക്കെ വെച്ച് ഫ്ലവറൊക്കെ ആയിട്ട് നല്ല ഇപ്പത്തെ ലേറ്റസ്റ്റ് മോഡൽ. ലേറ്റസ്റ്റ് ട്രെൻഡാണ്. 6.25 പോന മുല്ലമുണ്ട്. നമ്മൾ നേരത്തെ മുല്ലമുട്ട് കണ്ടില്ലേ? വ്യത്യാസമാണ്. ഇതൊരു മുല്ലയുടെ ഷേപ്പ്, ഡിസൈൻ വ്യത്യാസമുണ്ട്. നല്ല നിറഞ്ഞു നിൽക്കും. അതെ, എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി. ഇതിന്റെ മുല്ലവള്ളിയും തേന്മാവും എന്നാണ് ഈ പാറ്റേണിന്റെ പേര്. അതെ ശരി, ആ മോഡലില് വരുന്നത്. ഇത് ഫുൾ മുത്താണോ? ഇത് റൂബിയം, അൺകട്ട് റൂബിയ യൂസ് ചെയ്യുന്നത്. ഇതും ഇപ്പത്തെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് മാരേജിനൊക്കെ പോകുമ്പോ ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യുമ്പോഴും ഉപകരിക്കുന്ന പാറ്റേൺസ് ആണ് ഇതെല്ലാം. ഇത് കുറച്ച് വെയിറ്റ്, ഇതിനെക്കാളും കുറച്ച് വെയിറ്റ് കൂടുതലല്ല, കുറച്ച് ലെങ്ത് വ്യത്യാസം കൂടുതലാണ്. 5.25 പവൻ വരുന്നത്. 5.25 പവൻ. പുതിയ ഫാഷൻ ബംഗാളി വർക്കാണ്. കുറച്ച് താഴെ മുത്തുകളൊക്കെ ആയിട്ട് അല്ലേ? ഫിനിഷിംഗ് ഇത് പീകോക്കിന്റെ ലോക്കറ്റ്, പീകോക്കിന്റെ നെക്ലസ് മോഡൽ. സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഇതിന്റെ ലോക്കറ്റ് മാത്രമായിട്ട് കിട്ടാനുണ്ട്, അതിനകത്ത് ചെയിൻ പുറത്തെടുക്കും. ഇതുപോലെ തന്നെ ഇതിന്റെ ലോക്കറ്റ് മാത്രം വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഈ ചെയിൻ നമുക്ക് ഈ ചെയിൻ അല്ലെങ്കിൽ നമ്മളെ തിൻ ചെയിൻ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതുപോലത്തെ ചെയിൻ, അതുപോലെ ചെയിൻ, തണ്ട് ചെയിൻ, പൊടി ചെയിൻ, തണ്ടുമാല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വർക്കാണ് അത്. ആ ചെയിനിൽ ഈ ലോക്കറ്റ് യൂസ് ചെയ്യാം, സാധാരണയായിട്ട് യൂസ് ചെയ്യും. ഇതിലും അതുപോലെ നെക്ലസ് വരുന്ന പീസ് 7 പവനുണ്ട്. നെറ്റ് മോഡൽ ലെയർ അല്ലെ, കർട്ടൻ പോലെ. നമ്മളെ എൻഗേജ്മെന്റിനൊക്കെ 10 പവന്റെ മാലകളൊക്കെ വരുന്നുണ്ട്. എക്സ്ക്ലൂസീവ് പാറ്റേൺസിലേക്ക് 10 പവനിലേക്ക് വരുമ്പോഴാണ് ഈ വിഡ്ത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എത്ര 7 പവൻ നമുക്ക് 2 പവൻ കുറയുമ്പോഴും ആ വിഡ്ത്തിൽ വ്യത്യാസം വരാതെ വർക്കിൽ വ്യത്യാസം വരുത്തിയേക്കാണ് വരുന്നത്. ഇതിന്റെ പേര് അങ്ങനെ പേരായിട്ടില്ല, ഇത് കൂടുതലും ഡിസൈൻ കളക്ഷൻ ആയിട്ട് വരുന്നതാണ്. ഫുൾ നെറ്റ്, കുറച്ചും കൂടി ഇതിനെക്കാട്ടും കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ പേര് വരുന്ന വെച്ചാൽ കൂടുതൽ പോപ്പുലർ ആയി കഴിയുമ്പോഴാണ് പേര് വരുന്നത്. ഇത് പുതിയ മോഡൽ. മുമ്പേ കണ്ട ചോക്ലേറ്റ് ഇല്ലേ, അതിന്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനം. എത്ര വെയിറ്റ് വരും? ഒരു വള 3.5 പവനാണ്. 3.5 പവനുള്ള വള, 3.5 പവനിൽ വെച്ച്. ഇതുപോലെ ലക്ഷ്മി വള, അത് നമ്മൾ സാധാരണ ഗണപതിയുടെ വള വരാറുണ്ട്, ദശാവതാരമൊക്കെ വരുന്ന അതേ സ്റ്റൈലിൽ ലക്ഷ്മി ചെയ്തേക്കണം. അതിനൊരു ഡിസൈൻ ഇതിൽ തന്നെ വിവിധ തരത്തിലുണ്ട്. ലക്ഷ്മി തന്നെ പല തരത്തിലുണ്ട്. ലക്ഷ്മിയുടെ സ്റ്റൈല് 2 സൈഡും സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗി തോന്നിക്കുന്നു. അതുപോലെ തന്നെ ജുംക ഒരു വലിയ, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ അതിന്റെ തന്നെ വലുതാണ്. ശരി, ഇതൊക്കെ ആകുമ്പോ എത്ര പവൻ വരും? റേറ്റ് വരുന്നത് 3 പവൻ. ഈ വളകളൊക്കെ ആകുമ്പോ കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണ്. അതിനകത്ത് ഇതാണെങ്കിൽ 1.5 പവൻ വെച്ചുണ്ട്. ഒരു വള 1.5 പവൻ. ഷൈനിങ് കൂടുതൽ അപ്പൊ നമ്മൾ ഇതേ വീതിയുള്ള വളകൾ തന്നെയാണ് നമ്മൾ 3 പവനിൽ കണ്ടത് നേരത്തെ. അപ്പൊ അത് 15 പവൻ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് അത് വെയിറ്റ് കുറയുന്നുണ്ട്. ഇതിപ്പോ എത്ര പവനാണ് ടോട്ടൽ വരുന്നത്? 50 പവൻ. ഇതിന്റെ തന്നെ പുതിയ റിംഗ് ഇങ്ങനെയാണ്. ഇതാണ് സെറ്റ് വരുന്നത്. ഒരു കയ്യിലേക്ക് ഇങ്ങനെ, ഒരു കയ്യിലേക്ക് ഇങ്ങനെ. പക്ഷെ ഇട്ട് കണ്ട നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു സംഭവം. അതിപ്പോ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ മിക്സിംഗ് മാറ്റാം. കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്ന സ്റ്റൈലാണ്. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. അങ്ങോട്ട് വേണം നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച്. കല്യാണത്തിന് തന്നെ ഇപ്പൊ 2-3 ഫംഗ്ഷൻ ഉണ്ടാവും ചിലപ്പോ.
അപ്പൊ ഒരു കല്യാണം നടത്തിയിട്ട് ആ ഒരു സ്റ്റൈലായിരിക്കും ചിലപ്പോൾ റിസപ്ഷൻ ഇടുന്നത്, അവരത് ഓൾട്ടർനേറ്റ് ചെയ്യും, മിക്സ് ചെയ്യും അത്. അപ്പൊ ഫോട്ടോയിലൊക്കെ വരുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പത്തെ പുതിയ മോഡൽ റിംഗ്സ്. ആ പുതിയ മോഡൽ സ്പൈറൽ റിംഗ്സ്. ഒരു ഇത് 3/4 പവനിലൊക്കെ ചെയ്യാലോ. അപ്പൊ ലെയർ വ്യത്യാസം, വട്ടം കുറയും, ഇതിന്റെ 2 ലെയർ മാറും, 2 ലെയർ മാറും. ബാക്കിയുള്ളത് കിട്ടും. അതനുസരിച്ച് 1/2 പവനിലുണ്ട്, 1/2 പവനിലും കിട്ടും. അതുപോലെ പക്ഷെ ലെയർ കമ്മിയായിക്കൊണ്ടിരിക്കും. ഇത് കുറച്ചപ്പോഴേ കാണിച്ച അതേ മോഡലാണ്. കൽക്കട്ട നെക്ലസ് ഒക്കെ ഉണ്ട് ഇതുപോലെ, അതിന്റെ തന്നെ മാച്ചിങ് ബംഗാളിയിൽ മാച്ചിങ് വരുന്നത്. ശരി. സമയത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ചമയം, കൈരളി TV, NH bypass, വെണ്ണല PO, കൊച്ചിൻ 20. അപ്പോൾ പുതുപുത്തൻ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's me.